ഇനിയുള്ളത് ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ പാദം. ഇതാണ് ധനുക്കൂറ്. ഇവരുടെ അഷ്ടമത്തിലാണ് ഗുരു ശുക്ര ബുധ സംയോഗം ഉള്ളത്. പുതിയ ഈ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതായിട്ടുള്ള പന്ഥാക്കളിൽ നിന്ന് മാറി പുതിയ ഒരു രീതി നടപ്പാക്കേണ്ടതായിട്ട് വരും. ഉള്ളത് അത്ര മെച്ചമല്ല എന്നുള്ളൊരു തോന്നലുണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ സാഹചര്യത്തിനനുസരിച്ച് തൻ്റെ ജോലിയും അഥവാ ജോലിയോ അല്ലെങ്കിൽ പ്രവർത്തനം കുറച്ചൊന്ന് മാറ്റേണ്ടതായിട്ട് വരും. ഇത് താൽക്കാലികമായിട്ട് ആണ് എങ്കിൽ പോലും ഇതുകൊണ്ടുണ്ടാകുന്ന കുറച്ച് മെൻ്റൽ സ്ട്രെസ്സും ഒക്കെ ജോലിയിലോ ബിസിനസ്സിലോ ഒക്കെ അനുഭവപ്പെടാവുന്നതാണ്. ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള ജോലി, അതുപോലെ നികുതി, ടാക്സ്, സാമ്പത്തിക കാര്യങ്ങളിൽ ഇതിലൊക്കെ ജോലി ചെയ്യുന്ന അങ്ങനെയുള്ള രഹസ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ രഹസ്യമായിട്ടുള്ള അഥവാ വളരെ പേഴ്സണലൈസ്ഡ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഈ ഇത്തരം ജോലികൾ, ഷെയർ മാർക്കറ്റിംഗ്, ട്രേഡിംഗ്, ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ഇൻഷുറൻസ്, റീഇൻഷുറൻസ്, അതുപോലെ തന്നെ ടാക്സുകൾ, ഈ വക വിഷയങ്ങളിൽ ശ്രദ്ധയോടുകൂടി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചില കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പങ്കാളികളിൽ നിന്ന് ചില ചതിവ് അല്ലെങ്കിൽ അവരിൽ നിന്ന് വിശ്വാസക്കുറവ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ വക കാര്യങ്ങളിലൊക്കെ കുറച്ച് ശ്രദ്ധയോടുകൂടി ചെയ്യണം. അതുപോലെ തന്നെ രേഖകൾ, സാമ്പത്തിക കാര്യങ്ങളിലെ രേഖകൾ കൃത്യമായിട്ട് ഉണ്ടാക്കി വയ്ക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും വയറ് സംബന്ധിച്ചുള്ള ചില രോഗങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡൈജഷൻ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. അതുമൂലമുണ്ടാകുന്ന ക്ഷീണവും ഒക്കെ കുറച്ച് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വഷളാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ പല കാര്യങ്ങളും തുറന്ന മനസ്സോടെ സംസാരിക്കാൻ പറ്റാതെ വരുന്നത് കൊണ്ട്, അഥവാ മറച്ചു വെച്ച് സംസാരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു അവിശ്വാസ്യത കുടുംബ ജനങ്ങളിൽ പരസ്പരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് അങ്ങനെ മറച്ചു വെച്ച് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് അത് മറ്റുള്ളവർക്ക് റിവീൽ ചെയ്യുകയും അതുകൊണ്ട് ചില ഫാമിലി ഇഷ്യൂസ് ഉണ്ടാകാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പരിഹാരമായിട്ട് മഹാവിഷ്ണുവിനെ പൂജ ചെയ്യുക, അഥവാ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകളും ദർശനാദികളും ഒക്കെ ചെയ്തു വരിക, ഇതൊക്കെ നല്ലതാണ്. നിത്യേന വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ നല്ലതാണ്. അന്നദാനം ക്ഷേത്രങ്ങൾ മുഖേനയോ മറ്റു സ്ഥാപനങ്ങൾ മുഖാന്തരമോ അന്നദാനം ചെയ്യുന്നതും അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാക്കുന്നതാണ്.